മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ എന്ന് ആലോചിച്ച് നോക്കിയേ. മുസ്ലിമീങ്ങളുടെ ഭക്ഷണം മുഴുവനും തുപ്പിയ ഭക്ഷണമാണ്, തുപ്പിയിട്ടാണ് മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച ആളുകൾക്ക് 11 മാസവും മുസ്ലിമീങ്ങളുടെ ഭക്ഷണം ബഹിഷ്കരിക്കുന്ന, അത് തുപ്പിയ ഭക്ഷണമാണെന്ന് ബഹിഷ്കരിക്കാൻ ആഹ്വാനം കൊടുക്കുന്ന ആളുകൾക്ക് ഒരു മാസം, പ്രത്യേകിച്ച് റമദാൻ ആകുമ്പം ആ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ആ തുപ്പിയ ഭക്ഷണം കഴിക്കണം. അതിന് വല്ലാത്തൊരു ആസ്വാദനമാണ്. അതിനുവേണ്ടി കൂട്ടക്കരച്ചിലുമാണ്, എന്തേ ഈ ഭക്ഷണം കിട്ടാത്തതെന്ന്. വേറെ കാര്യമുണ്ട്, ഈ പറയുന്ന ആളുകളുടെ മനോഭാവം നമ്മൾ മനസ്സിലാക്കുകയും വേണം. മലബാറിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ രുചി ഒന്ന് വേറെയാണ്, അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കുരുമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട ബീഫ് ഫ്രൈ, അതിനകത്ത് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് അതിന്റെ റഹ്മാനായ റബ്ബെ പറയാനുണ്ടാ, അതിന്റെ ടേസ്റ്റ് പിന്നെ പറയാനില്ല. അപ്പൊ അത് സ്ഥിരമായി ഇങ്ങനെ വന്ന് കഴിക്കുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉള്ളിയാണെന്ന ലേബിളിൽ കഴിക്കുന്ന ആളുകൾക്കും ഇത് കിട്ടാതെ വരുമ്പോൾ ഒരു വിറയലുണ്ടാകും. അതിന്റെ പ്രശ്നം കൊണ്ടും പറയുന്നതാണ്. നമ്മൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. സ്ഥിരമായി ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് റമദാനിൽ അത് കിട്ടാതെ വരുമ്പം വലിയ വിഷമം ഉണ്ടാവും. അങ്ങനെ ഈ കുരുമുളകൊക്കെ ഇട്ട ബീഫ് ഇനി മലപ്പുറത്ത് വരുമ്പോൾ കിട്ടണമെങ്കിൽ, റമദാന് കിട്ടണമെങ്കിൽ, ചില ഹോട്ടലുകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹോട്ടൽ പ്രശാന്ത്, സിവിൽ സ്റ്റേഷന് മുൻവശം. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. മലപ്പുറത്താണേ, സിവിൽ സ്റ്റേഷന് മുൻവശമാണ്. അവിടെ വെജും നോൺ വെജും ഉണ്ട്. ഇനി നിങ്ങൾ പച്ചക്കറി മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടണ്ട. നല്ല ഒന്നാന്തരം ഞാൻ പറഞ്ഞ ഇഞ്ചിയും കുരുമുളകും ചതച്ചിട്ട ബീഫും ബീഫ് ഫ്രൈയും രണ്ടും ഉണ്ട്, അത് കഴിച്ചോണം. രണ്ടാമത് ഹോട്ടൽ സരോജ് പെരിന്തൽമണ്ണ, അത് വെജിറ്റേറിയനാണ്. ഇനി വേണമെങ്കിൽ അതിന്റെ ബാക്കിൽ പോയിരുന്നിട്ട് തിന്നാം, വേറെ എവിടെയെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട്. മൂന്നാമത് ഹോട്ടൽ അന്നപൂർണ പെരിന്തൽമണ്ണ. നാലാമത്തെ ഹോട്ടൽ സ്വാഗത്, വെജാണ്, ടൗൺ ഹാളിന് മുൻവശം മലപ്പുറം. അഞ്ചാമത്തെ ഹോട്ടൽ അയോധ്യ. അയോധ്യ ഹോട്ടൽ ചെമ്മാടാണ്. അയോധ്യ ഹോട്ടൽ അറിയാമല്ല, ഞാൻ പറയണ്ടല്ലോ, ചെമ്മാടാണ്. അവിടെ റമദാൻ കൂട്ടത്തില്ല, നല്ല ഭക്ഷണം കിട്ടും, കഴിച്ചോണി. ആറാമത്തെ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ പിന്നെ വിഭവസമൃദ്ധമായ ആഹാരം കിട്ടുമല്ലോ. എട്ടാമത്തെ വനിതാ ഹോട്ടൽ വെന്നിയൂർ വനിതാ ഹോട്ടലുണ്ട്, അവിടെ എല്ലാത്തരം ഭക്ഷണവും കിട്ടും. ഒമ്പതാമത്തെ ഹോട്ടൽ സോപാനം, ഇത് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പാലത്തിന് താഴെ അങ്ങാടിപ്പുറത്തുണ്ട്. പത്താമത് ഹോട്ടൽ വെങ്കടേശ്വര, വെജാണേ, ഇത് ചങ്കുവെട്ടി കോട്ടകൽ. ഇവിടെ നിന്നൊക്കെ ഈ പറയപ്പെട്ട പോലെ നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് ഈ വെജിന്റെ പുറകെ ഇരുന്നാലും നിങ്ങൾക്ക് കഴിക്കാം. സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് കഴിക്കാം. ഇനി വെജ് മാത്രം ഉണ്ടെങ്കിൽ അതും കിട്ടും. 10 ഹോട്ടലിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ ലൊക്കേഷൻ ലിസ്റ്റൊക്കെ തരാം. എന്തിനാ ഈ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു. അതെ, ഇതൊരു മൊത്തം ഒരു അദൃശ്യ ശക്തിയുടെ കളിയുണ്ട് ഇതിനകത്ത്. ഫുൾ ഇലുമിനാറ്റിയാണ്. ഇലുമിനാറ്റിയുടെ കളി നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇവനെയൊക്കെ പൂട്ടണം, ഇവനെയൊക്കെ നമ്മൾ പൂട്ടും.